പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാമതാകും. LDF ഭരണം തുടരും. തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ ഫോൺ സംഭാഷണം പുറത്ത്. കോൺഗ്രസിനെ വെട്ടിലാക്കി പ്രാദേശിക കോൺഗ്രസ് നേതാവുമായുള്ള ഫോൺ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെ വിശദീകരണവുമായി തിരുവനന്തപുരം DCC അധ്യക്ഷൻ പാലോട് രവി. പാർട്ടി പ്രവർത്തകന് നൽകിയത് ജാഗ്രതാ നിർദ്ദേശം മാത്രമാണെന്നും വേണ്ട പോലെ പ്രവർത്തിച്ചില്ലെങ്കിൽ പാർട്ടിയെ ബാധിക്കുമെന്ന് താക്കീത് നൽകുകയായിരുന്നുവെന്നും പാലോട് രവി മാധ്യമങ്ങളോട് പറഞ്ഞു. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ സർക്കാർ മാറണമെന്നാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഭവന സന്ദർശനം നടത്തി നല്ല ടീം വർക്കോടെ പ്രവർത്തിക്കണമെന്ന സന്ദേശമാണ് നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഫോൺ സംഭാഷണം പുറത്തുവിട്ടതിൽ നേതൃത്വവുമായി ആലോചിച്ച് നടപടിയെടുക്കുന്ന കാര്യം തീരുമാനിക്കുമെന്നും പാലോട് രവി പറഞ്ഞു. നിങ്ങളത് ചെയ്തില്ലെങ്കിൽ പാർട്ടിയെ ബാധിക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുണ്ടാക്കിയ അന്തരീക്ഷം ഇല്ലാതാകും. ഇതാണ് ഇവിടെ നിന്ന് നൽകുന്ന സന്ദേശം. അതാണ് മണ്ഡലത്തിൽ നിന്നുള്ള ഒരു പ്രവർത്തകൻ വിളിച്ചപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത്. അതുതന്നെയാണ് എല്ലാവരോടും പറയുന്നത്. പാർട്ടി യോഗങ്ങൾ കൂടുമ്പോഴും ഇതുതന്നെയാണ് പറയുന്നത്. വളരെ ഗൗരവതരമായി കാണണം. നല്ല ജാഗ്രത ഉണ്ടാകണം. പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരമാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ കണ്ടതല്ലേ? BJP ഇത്രയും വോട്ട് പിടിക്കുമെന്ന് ആരെങ്കിലും കണ്ടോ? വളരെ ജാഗ്രത കാണിക്കണം. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ സർക്കാർ മാറണമെന്നാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഭവന സന്ദർശനം നടത്തി നല്ല ടീം വർക്കോടെ പ്രവർത്തിക്കണമെന്ന സന്ദേശമാണ് നൽകിയത്, പാലോട് രവി പറഞ്ഞു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് 9 MLA-മാർ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കണമെന്ന സന്ദേശമാണ് നൽകിയത്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മൂന്നാമതാകുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പോടെ കോൺഗ്രസ് ഇല്ലാതാകുമെന്നും ഫോൺ സംഭാഷണത്തിൽ പാലോട് രവി പറഞ്ഞിരുന്നു. മുസ്ലിം വിഭാഗം മറ്റു പാർട്ടികളിലേക്കും CPM-ലേക്കും പോകും. കോൺഗ്രസ് എടുക്കാത്ത ചരക്കാകുമെന്നും പാലോട് രവി പറഞ്ഞു.